ത്രിയേക ദൈവത്തിന് സ്തുതി. ഉപമകളിലൂടെ ജീവിതത്തിലെ കെട്ടുകളെ അഴിക്കാൻ പഠിപ്പിച്ച നല്ലവനായ ക്രിസ്തു ഗോതമ്പ് മണിയുടെ ഉപമയിലൂടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന സഹനങ്ങൾ കുതിച്ചുയരുവാനുള്ള ഇടദൂരങ്ങളാണെന്ന് പഠിപ്പിക്കുന്നു. വിശുദ്ധ യോഹന്നാൻ 12:24 ഒരു ഗോതമ്പ് മണി നിലത്ത് വീണ് മരിക്കാതിരുന്നാൽ അത് ഒറ്റയ്ക്കായി തുടരും, എന്നാൽ അത് മരിച്ചാൽ വളരെ ഫലം നൽകുമെന്ന് പഠിപ്പിക്കുന്നു. ഒരു ഗോതമ്പ് മണി നമ്മൾ കയ്യിൽ പിടിച്ചാൽ അതൊരു കുരുവായി മാത്രം ശേഷിക്കും. എന്നാൽ അത് നിലത്ത് വീണാൽ അത് വീഴുന്നു, നശിക്കുന്നു, ജീർണിക്കുന്നു, പുതിയ നാമ്പുകൾ മുളയ്ക്കുന്നു. അങ്ങനെ അനേകായിരം ഗോതമ്പ് മണികൾ ഉയർത്തെഴുന്നേൽക്കുമ്പോൾ അതൊരു കൊയ്ത്തുത്സവമായി മാറുന്നു. എന്താണ് ഈ ഉപമ നമ്മെ പഠിപ്പിക്കുന്നത്? സഹനമില്ലാതെ ഫലമില്ല, മരണമില്ലാതെ പുതുജീവനില്ല, സമർപ്പണമില്ലാതെ അനുഗ്രഹമില്ല. വീണിടങ്ങൾ പരാജയങ്ങളുടെ അടയാളങ്ങളല്ല, മറിച്ച് ഉയർത്തെഴുന്നേൽക്കാൻ പഠിപ്പിച്ച ഇടങ്ങളാണ്. സഹനങ്ങൾ പുതിയ ഉണർവിന്റെ നിശബ്ദ തുടക്കങ്ങളാണ്. ജീവിതത്തിലെ സഹനങ്ങൾക്ക് മുന്നിൽ പകച്ചു നിൽക്കുന്ന നാം തിരിച്ചറിയേണ്ട ഒരു യാഥാർത്ഥ്യമുണ്ട്. ജീവിതത്തിലെ പരാജയങ്ങൾ മഞ്ഞുതുള്ളികളെ പോലെയാണ്. പ്രതീക്ഷയുടെ കിരണങ്ങൾ അടിക്കുമ്പോൾ അവ അലിഞ്ഞു തീരും. ജീവിതം പിന്നെയും ഗോതമ്പ് മണികളെ പോലെ നാമ്പിടും, പൂക്കും, തളിർക്കും. ക്രിസ്തു തന്റെ ജീവിതത്തിലൂടെ നമ്മെ കാണിച്ചു തന്നതും ഇത് തന്നെയാണ്. ക്രിസ്തു സ്വന്തം ജീവൻ ക്രൂശിൽ അർപ്പിച്ചപ്പോൾ അത് മനുഷ്യവർഗത്തിന്റെ തന്നെ രക്ഷയ്ക്ക് കാരണമായി തീർന്നു. ദൈവത്തിന്റെ കയ്യിൽ നിന്ന് വീണ ഗോതമ്പ് മണികളാണ് നാം ഓരോരുത്തരും. അതുകൊണ്ട് തന്നെ 100 ഇരട്ടി ഫലം കായ്ക്കാൻ കടപ്പെട്ടിരിക്കുന്നു. നമ്മുടെ ജീവിതം കൊണ്ട് തക്കതായ ഫലം കായ്ക്കുവാൻ ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടും ആശംസിച്ചുകൊണ്ടും നിർത്തുന്നു. നിങ്ങളുടെ ഹൃദയം ചഞ്ചലപ്പെട്ടു പോയത് ദൈവത്താൽ വിശ്വസിപ്പിൻ, എന്നിലും വിശ്വസിപ്പിൻ. വിശുദ്ധ യോഹന്നാൻ 14:1.